ഹലോ ഫ്രണ്ട്സ്, ആർജി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അയില കൊണ്ടൊരു വ്യത്യസ്തമായ പാലുകറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ സമയങ്ങളിൽ അയിലയൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ അയില പാലുകറി പല വിധത്തിൽ വയ്ക്കാം. നമ്മൾക്ക് മീൻ വറുത്തും വയ്ക്കാം, വറുക്കാതെയും വയ്ക്കാം. ഞാനിപ്പോൾ മീൻ വറുത്തിട്ടാണ് ഈ കറി കാണിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 4 അയില എടുത്തിട്ടുണ്ട്, ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സവോള, 2 പച്ചമുളക്, വേപ്പില, തക്കാളി, ഒരു 1/4 കപ്പ് വിനാഗിരി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നാലേ നമ്മുടെ മീനിന് നല്ലൊരു മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റൊക്കെ കിട്ടും. ഈ മീനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ കുറച്ച് വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ മസാല തിരുമ്മി പിടിപ്പിക്കാം. എല്ലാ വശങ്ങളിലും മസാല പുരട്ടി കൊടുക്കാം. ഞാൻ മീനിന് മസാല തേച്ചപ്പോൾ കുറച്ചും കൂടി മുളകിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാൻ ഞാൻ മറന്നുപോയി. ഇത് നമുക്ക് അരമണിക്കൂർ വരെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്ന ശേഷം നമുക്ക് അയില ഇട്ട് കൊടുക്കാം. ഈ മീൻ നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയം നമ്മൾ മീൻ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കണേ. അതേപോലെ അടുത്ത മീനും ഇതേപോലെ തന്നെ നമുക്ക് മറിച്ച് വിട്ട് കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ ബാച്ച് മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. മീൻ പൊടിഞ്ഞു പോകാതെ എടുക്കാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മുടെ 2 ബാച്ച് മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീൻ ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മീൻ വറുത്ത എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻ വറുത്ത എണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഒരു കറിക്ക് മീനിൻ്റെ നല്ല ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയാണ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഉള്ളിയും സവോളയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം മുഴുവൻ ഉള്ളിയും എടുക്കാം, അല്ലെങ്കിൽ ഉള്ളി ഉപയോഗിക്കാതെ മുഴുവൻ സവാളയായിട്ടും എടുക്കാവുന്നതാണ്. ഞാനിതിലേക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എപ്പോഴും മീൻകറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇഞ്ചി പച്ചമുളക് നല്ല ചതച്ചതുപോലെ ഇട്ടാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും ആ ഫ്ലേവർ കറക്റ്റായിട്ട് ഇറങ്ങില്ല. അമ്മിക്കല്ലിലിട്ട് വെച്ചൊന്ന് ചതച്ചതിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മീൻ കറിക്കൊക്കെ. ഞാനിപ്പോൾ ഒന്ന് മിക്സിയിലാണ് ചതച്ചിട്ടേക്കണത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2.25 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കറിക്ക് മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. നല്ല കൊഴുപ്പൊക്കെ കിട്ടാനാണ് മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുന്നത്. ഇനി അതേപോലെ തന്നെ മല്ലിയുടെ ആ പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റേ പോകും. മല്ലി നല്ലതുപോലെ വാടിയില്ല എങ്കിൽ. നല്ലതുപോലെ ഇളക്കി എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതേപോലത്തെ ചെറിയ റെസിപ്പിയുമായി എല്ലാ ദിവസവും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്കിഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണേ. ഇപ്പം മല്ലിയൊക്കെ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ പച്ചമണവും മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ നല്ലവണ്ണം മാറണം. ഇതെല്ലാം ഇപ്പം നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ കറിയുടെയൊക്കെ എന്തെങ്കിലും പച്ചമണം മാറിയിട്ടില്ല എങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ പച്ചമണവും മാറും. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കുറഞ്ഞ് എണ്ണ നല്ലതുപോലെ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയുടെ 2ാം പാൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ തേങ്ങാപ്പാലും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. നിങ്ങളാരെങ്കിലും ഈ വീഡിയോ കാണുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ പുളിക്കായിട്ട് ചേർത്തിരിക്കുന്നത് വിനാഗിരിയാണ്. 1/4 കപ്പ് വിനാഗിരിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് പുളിയുടെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ അയില മാത്രമല്ല കേട്ടോ ചാള വെച്ച് ചെയ്യാം.
ഏത് ദശക്കട്ടിയുള്ള മീൻ വെച്ചും ഈ പാൽക്കറി ചെയ്യാവുന്നതാണ്. നിങ്ങളാരെങ്കിലും ഈ കറി ഇതിക്ക് മുന്നേ കണ്ടിട്ടില്ല എങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യണേ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പ്രത്യേക ടേസ്റ്റാണ് മീൻ വറുത്ത് കറി വയ്ക്കണ കറിക്ക്. നല്ലപോലെ തിളക്കണം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ തേങ്ങാപ്പാലും എല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്തൊക്കെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും പുളിയും ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. നല്ലതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുതേ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി വട്ടത്തിലരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ചുറ്റിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പം ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. ആ ചൂടിൻ്റെ ഇതിൽ തിളച്ച് വീഴും നമ്മുടെ കറി. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ അയല പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നിങ്ങൾ നോക്കിയ നല്ല കുറുകിയ ചാറോടുകൂടി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.